This is my second video. രണ്ടാമത്തെ വീഡിയോ ഹറാസ്മെൻറ്റിനെ കുറിച്ചാണ്. നെയ്ബേഴ്സ് ഹറാസ്മെൻറ്റ്, ഫ്ലാറ്റ്മേറ്റ്സ് ഹറാസ്മെൻറ്റ് പലതും നടക്കാറുണ്ട്. പലവരോടും സംസാരിച്ചപ്പോൾ ഒരേ രീതിയിൽ തന്നെ സെയിം കംപ്ലയിൻറ്റ് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ചോദിച്ചത് ഞാൻ ഒന്നേ ഉള്ളൂ, നിങ്ങൾ എന്ത് ആക്ഷൻ എടുത്തു? നമ്മളൊന്നും ചെയ്തില്ല, മിണ്ടാതെ ഫ്ലാറ്റിനകത്ത് ഇരിക്കുന്നു, വീട്ടിനകത്ത് ഇറങ്ങാതെ നമ്മൾ പുറത്ത് പോകാതെ ഇരിക്കുന്നു. ഇതാണ് ഇവർ കണ്ടുപിടിച്ച സൊല്യൂഷൻ. എനിക്ക് പറയേണ്ട സൊല്യൂഷൻ ഇതാണ്. ദിസ് ഈസ് വാട്ട് ഈസ് വർക്ക്ഡ് ഔട്ട് ആൻഡ് സ്റ്റിൽ ഐ വിൽ ബി ഡൂയിങ് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ. ഒരു പേടിയും കൂടാതെ ഞാൻ മുന്നോട്ട് പോകുന്നത് ഇതന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ബിക്കോസ് ദാറ്റ് ഈസ് മൈ റൈറ്റ്. ഇറ്റ് ഈസ് മൈ റൈറ്റ് ടു ലിവ്. എൻ്റെ അവകാശമാണ് പുറത്ത് പോവുക, ജീവിക്കുക, സന്തോഷമായിട്ട്, ആരും എൻ്റെ പ്രൈവസി ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. ഇതൊക്കെ എൻ്റെ നിയമങ്ങൾ, എൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇതൊക്കെ. അതൊക്കെ നിങ്ങൾ മനസ്സിലാകണം. മനുഷ്യ അവകാശം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിയമം എന്താണെന്ന് പഠിക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ചുറ്റത്തുള്ള ആൾക്കാർ നിങ്ങളെ ശല്യപ്പെടുത്തെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ മര്യാദയുടെ രീതിയിൽ, നല്ല രീതിയിൽ ഒരു 2-3 തവണ അവരെ ഒന്ന് നന്നായിട്ടൊന്ന് പറയുക. ചൂടാകരുത്, വഴക്ക പറയരുത്. ചെയ്യേണ്ട സമയത്ത് ഈ കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് സാഹചര്യം എന്നൊരു സിറ്റുവേഷൻ വന്നു, അവർ ഓപ്പണായിട്ട് നിങ്ങളെ ഇൻസൾട്ട് ചെയ്തു, അല്ലെങ്കിൽ ആ പരിസരത്ത് വന്ന് അനാവശ്യമായിട്ട് എന്തെങ്കിലും പറയോ അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചടയെടുത്ത് പരിസരത്ത് ഇടുവോ എന്തെങ്കിലും അങ്ങനെ ചെയ്താൽ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് തിങ് അവരെ SMS അയയ്ക്കുക. ദയവായി വാട്സാപ്പ് അല്ല, SMS. നിയമപരമായിട്ട് SMS ആണ് വാല്യൂ ചെയ്യുന്നത്, വാട്സാപ്പ് അല്ല. ഇമെയിൽ അയയ്ക്കുക, SMS അയയ്ക്കുക, വോയിസ് റെക്കോർഡ് ചെയ്യുക. നിങ്ങൾ ഫോൺ ചെയ്യുന്ന കോൾ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. ഇതെല്ലാം നിങ്ങളുടെ എവിഡൻസ് ആണ് ഇവരെ അറിയിച്ചതിൽ. ഈ ഇത്രയും പല തവണ, 3 തവണ, 5 തവണ, 6 തവണ മിനിമം നിങ്ങൾ ചെയ്തു. നിങ്ങൾ നല്ല രീതിയിൽ അവരോട് പറഞ്ഞു, തലക്കേറിയില്ല. എന്നിട്ട് അവർ നിങ്ങൾ ശല്യപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം നിങ്ങൾ റെക്കോർഡ് ചെയ്യുക, എവിഡൻസ് ക്രിയേറ്റ് ചെയ്യുക, ഇവരെക്കുറിച്ച് കംപ്ലയിൻറ്റ് ചെയ്യുക. പോലീസിൻ്റെ അടുത്ത് പോയി കംപ്ലയിൻറ്റ് ചെയ്യുക. സാറേ ഇങ്ങനെ സംഭവിച്ചു, ഓക്കെ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ്, സാർ ഒന്ന് അന്വേഷിക്കണം എന്താ കാര്യം. പെറ്റീഷൻ നമ്പർ വാങ്ങണം പ്ലീസ്. എല്ലാവരും പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ പെറ്റീഷൻ നമ്പർ ഇല്ലാതെ തിരിച്ച് പോരുത്. നിങ്ങൾ എഴുതി കൊടുക്കുന്ന ലെറ്റർ, കംപ്ലയിൻറ്റ് ലെറ്ററിൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിലിരിക്കണം. നിങ്ങൾ എന്ത് കംപ്ലയിൻറ്റ് സബ്മിറ്റ് ചെയ്തോ ആ കംപ്ലയിൻറ്റിൻ്റെ കോപ്പി ലെറ്റർ നിങ്ങളുടെ കയ്യിൽ വേണം. പെറ്റീഷൻ നമ്പർ അവർ തന്നെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ തരേണ്ടതാണ്. ഓക്കെ, അതില്ലാതെ ദൈവത്തെ ഓർത്ത് കംപ്ലയിൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങരുത്. പിന്നെ ഉള്ളത്, ഇവരോട് പറഞ്ഞിട്ടും മനസ്സിലാവുന്നെങ്കിൽ പിന്നെ പറയുന്ന ഭാഷയിൽ പറയുക. അവരുടെ തലയിൽ കയറുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക. അത്രേ ഉള്ളൂ, വേറെ വഴിയില്ല. ഇഫ് ദർ ഇസ് നോ അതർ സൊല്യൂഷൻ, അവരെങ്ങനെ ചെയ്യുന്നു നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക. നിങ്ങൾ പലവരും പല അഭിപ്രായങ്ങൾ പറയും. അയ്യോ നമ്മൾ ദൈവത്തിൽ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല, അത് നിങ്ങൾക്ക് ഇത് സ്വർഗമല്ല, ഇതിപ്പം ഭൂമി എന്ന് പറയുന്ന നരകമായിരിക്കുന്ന ഒരു പരുവാണ്. അപ്പം നമ്മളിന്ന് ചിന്തിക്കുക എങ്ങനത്തെ ആൾക്കാരെ വെച്ചാൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. സത്യസന്ധതയും നല്ല മനസ്സുള്ള ആൾക്കാരൊന്നും അല്ല നമ്മൾ ഈ ഡീൽ ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദീസ് ആർ ഈവൾ ഡെവൽ മൈൻഡഡ് പീപ്പിൾ. മനുഷ്യപ്പറ്റില്ലാത്ത ആൾക്കാരോടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ സ്മാർട്ടായിട്ട് കളിക്കണം. നമ്മൾ സ്മാർട്ടായിട്ട് ഇവർക്ക് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കുക, അത്രേ ഉള്ളൂ. കൊടുക്കുക എന്ന് വെച്ചാൽ ഞാൻ ഫിസിക്കലി പോയി അടിക്കണമെന്ന് തൊഴിക്കാനൊന്നും അല്ല പറയുന്നത്. ദാറ്റ് ഇസ് അഗൈൻസ്റ്റ് ദ ലോ. അത് നിങ്ങൾ തന്നെ അകത്താവും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അത് ചെയ്യരുത്. വാക്കാൽ പറഞ്ഞാൽ നിങ്ങൾ വാക്കാൽ തിരിച്ചു കൊടുക്കുക. നിങ്ങളെ കളിയാക്കിയാൽ നിങ്ങൾ അതുപോലെ കളിയാക്കുക. തിരിച്ച് അവർ ചോദിക്കുമോ നിങ്ങളോടൊന്നും പറഞ്ഞില്ല, നിങ്ങൾക്ക് അത് തന്നെ പറയോ ഞാൻ നിങ്ങളെ നോക്കിയെന്നല്ല പറഞ്ഞു, ഞാൻ താഴെ നോക്കിയല്ലേ പറഞ്ഞു. ബി സ്മാർട്ടായിട്ട് കളിക്കുക. ബസ്സിൽ കയറിയ ആൾക്കാരെ നിങ്ങൾ ഇപ്പോൾ പാസഞ്ചേഴ്സെ യൂസ് ചെയ്ത് നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്നു, കളിയാക്കുന്നു, കണ്ടക്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അനാവശ്യം പറയിപ്പിക്കുന്നു, എന്തെങ്കിലുമൊക്കെ ഉറക്കെ ഇങ്ങനെ അനാവശ്യം പറയും. ഇത് ഞാൻ മാത്രം അനുഭവിച്ച കാര്യമല്ല, ഒത്തിരി വിക്ടിംസ് അനുഭവിച്ച ഒരു കാര്യമാണിത്. സോ ഇഫ് സച്ച് എ സർക്കംസ്റ്റാൻസ് ഹാപ്പൻസ്, പ്ലീസ് ഫസ്റ്റ് ഓഫ് ഓൾ പാസഞ്ചേഴ്സ് മനസ്സിലാക്കുക, കണ്ടക്ടറും കിളിയും മനസ്സിലാക്കുക. ഇതൊരു ക്രൈമാണ്. ഹറാസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കുറ്റമാണ്, നിയമപരമായൊരു കുറ്റമാണ്. ഇറ്റ് ഈസ് എ ലോ അഗൈൻസ്റ്റ് ഹറാസ്മെൻറ്റ്. ദർ ഇസ് എ ലോ അഗൈൻസ്റ്റ് സ്റ്റോക്ക് ചെയ്യുക. അതായത് വേറൊരു ബസ് സ്റ്റോപ്പിൽ ഒരാളിന് കയറി ഒരാളിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, അവരെ കളിയാക്കുക, അനാവശ്യമായിട്ട് പറയുക, പാസഞ്ചേഴ്സിനെ ഉപയോഗിച്ച് അവരെ ശല്യപ്പെടുത്താൻ നോക്കുക. ഇത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു. പ്ലീസ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ടു സ്റ്റോപ്പ് ദീസ് ക്രിമിനൽസ്. ഇവർ ചിലപ്പോൾ നിങ്ങൾക്ക് കാശ് തന്നൊന്നും വരും, നിങ്ങളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം. നിങ്ങൾ ചേട്ടാ അത് പറയണം, ചെയ്യണം, അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനോട് പറയും ഇങ്ങനെ ചെയ്യണം, അവർ അങ്ങനെ കണ്ടോ, അങ്ങനെ ഇങ്ങനെ കളിയാക്കുക, വീഡിയോ ഒക്കെ ആയിട്ട് അത് കണ്ടില്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക അവരെ കംപ്ലീറ്റ്ലി. നിങ്ങൾ ഒരു വാക്കും പറയാതിരിക്കുക, ഒരു തരത്തിൽ അവർ സപ്പോർട്ട് ചെയ്യരുത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇവർ ക്രിമിനൽസ് ആണ്. ഓക്കെ, ഈ സ്റ്റോക്കിംഗ് ഹറാസ്മെൻറ്റ് എന്നതിനൊക്കെ 3 to 7 years ഇംപ്രിസൺമെൻറ്റ് വരെയുള്ള പണിഷ്മെൻറ്റാണിത്. ഓക്കെ, 354D പ്രകാരം 3 to 5 വർഷം വരെ തടവ് ശിക്ഷ ഉള്ളതാണ്. അതുപോലെ തന്നെ സൈബർ ക്രൈം, നമ്മുടെ ഡിവൈസസ് ഹാക്ക് ചെയ്യുക, നമ്മളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഇവർക്ക് നമ്മൾ പോകുന്നിടത്തും എല്ലാ കാര്യങ്ങളും അറിയാം. അതിനും പണിഷ്മെൻറ്റ്, സിവിയർ പണിഷ്മെൻറ്റ് ഉള്ളതാണ്. ഹറാസ്മെൻറ്റ്, പ്രൈവസി ബ്രീച്ച് എന്ന് പറയുന്ന ഇതിനെല്ലാം ഹ്യൂജ് ഫൈൻസും അറ്റ് ദ സെയിം ടൈം ഇംപ്രിസൺമെൻറ്റ് ആണ് ഇതിൻ്റെ
തടവ് ശിക്ഷ, ഇപ്പോൾ ഇംപ്രിസൺഡ് എന്നു മനസ്സിലായി, തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന ഒരു കുറ്റകരമാണ്. ഓക്കെ, സോ പ്ലീസ് ഡു നോട്ട് കോപ്പറേറ്റ് വിത്ത് ദം. ബിൽഡിങ്സിൽ ഇതുപോലെ തന്നെ എനിക്കും ഒത്തിരി ഇഷ്യൂസ് വരുന്നുണ്ട്. പലവരും എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട്. പല റെസിഡൻസ് ഇത് ബിൽഡിങ്ങിനകത്ത് തന്നെ കുറച്ച് സ്റ്റാഫായിട്ട് കൂടി എന്നെ ഇൻസൾട്ട് ചെയ്യും, ഹറാസ് ചെയ്യും. ഡയറക്റ്റഡ് എനർജി വെപ്പൺസ്, ഡ്യൂ എന്ന് പറയുന്ന സംഭവം, DEW, ഓൺലൈൻ നിങ്ങൾ ഓൺലൈൻ നോക്കിയാൽ മതി, യൂട്യൂബിൽ നോക്കിയാൽ മതി. DEW എന്ന് ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് എൻ്റെ മേത്ത് ഉപയോഗിച്ച് എനിക്ക് സിവിയർ ചെസ്റ്റ് പെയിൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദിസ് ഈസ് എ മേജർ ഇഷ്യൂ. ഞാൻ പല പ്രാവശ്യം കംപ്ലയിൻറ്റ് കൊടുത്തു, ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. വെരി അൺഫോർച്ചുനേറ്റ്ലി നോ സപ്പോർട്ട് ബീൻ ഗിവൺ. സോ യെസ്, ഇറ്റ് ഈസ് എ ബിഗ് ടൈം ക്രൈം. ഇഫ് പീപ്പിൾ തിങ്ക് ഇതിപ്പോൾ ഇനിയും ഇതൊന്നും സംഭവിക്കാത്ത കാര്യമാണ്, നിങ്ങളൊന്ന് റിസർച്ച് ചെയ്യ്, എന്നിട്ട് മനസ്സിലാക്കുക. ഈ കുറേ പേരുണ്ട് ഇതിനകത്ത് കുറേ വൃത്തിയായിട്ട് കമൻസ് പല വീഡിയോസിന് ഇട്ടത്. അത് വേറെ അല്ല, സ്റ്റോക്കേഴ്സ് തന്നെയാണ്, ക്രിമിനൽസ് തന്നെ ഇടുന്ന കമൻസാണ്. എനിക്ക് നന്നായിട്ട് അറിയാം. വളരെ നന്ദിയുണ്ട് നിങ്ങളുടെ ഒത്തിരി കമൻസിന്. കാരണം നിങ്ങളെ കണ്ടുപിടിക്കാനും കുറച്ചും കൂടെ എളുപ്പമാണ് നമുക്ക്. പലവരും നിങ്ങൾ എൻ്റെ മൊബൈൽ ഹാക്ക് ചെയ്യുമ്പോൾ തന്നെ ഒപ്പം തന്നെ അത് വേറെ പല ഒഫീഷ്യൽസും ഇവരെ ടാപ്പ് ചെയ്ത് വാച്ച് ചെയ്യുന്നുണ്ട്. സോ ഐ എം താങ്ക്ഫുൾ ടു ദ ഒഫീഷ്യൽസ്. പ്ലീസ് കീപ്പ് എൻ ഐ ഓൺ ദീസ് ക്രിമിനൽസ് ഫോർ ഓൾ ഓഫ് ദം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണ്ണ് വെച്ചിരിക്കും. ഇറ്റ്സ് വെരി ഗുഡ് ആൻഡ് വെരി യൂസ്ഫുൾ. കാരണം എനിക്ക് പേടിക്കാനൊന്നുമില്ല. ഞാൻ പറയാനുള്ളത് പറയും, ചെയ്യാനുള്ളത് ഞാൻ ചെയ്യുകയും ചെയ്യും. എന്നെ ചൊറിയാൻ വന്നാൽ അതിനുള്ള മറുപടി ഞാൻ കൊടുക്കുകയും ചെയ്യും. എനിക്കത് പേടിയൊന്നുമില്ല. ഐ എം നോട്ട് സ്കാഡ്. സോ എത്ര നിങ്ങൾ സ്റ്റേഴ്സിൻ്റെ മേളിൽ കൂടെ താഴോട്ട് ഓടുകയോ കള്ളത്തരം പറയുമോ, എന്നെക്കുറിച്ച് അനാവശ്യം പല ആൾക്കാരോട് ബിൽഡിങ്ങിൽ എന്നെക്കുറിച്ച് അനാവശ്യം പറഞ്ഞ് നടക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്കറിയാം. മെനി റെസിഡൻസ് ആൻഡ് സ്റ്റാഫ് ഹൂസ് ജോയിൻ്റ്ലി ഹറാസിങ് മീ ആൻഡ് യൂസിങ് ദ ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് ഓൺ മീ, കോൺസ്റ്റൻ്റ്ലി കോസിങ് മീ സിവിയർ ചെസ്റ്റ് പെയിൻസ്. എനിക്ക് സിവിയർ ചെസ്റ്റ് പെയിൻസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഈ ടെക്നോളജി ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നതാണ്. ഓൾറെഡി കൺഫേംഡ്. എന്നെപ്പോലെ വിക്ടിംസിന് സെയിം ഇതുപോലെ ഇവർ ചെയ്യുന്നുണ്ട്, കോൺസ്റ്റൻ്റ്ലി ടോർച്ചർ ചെയ്യുന്നുണ്ട്. അപ്പം പ്ലീസ് മനസ്സിലാക്കുക, ഇതെല്ലാം ക്രൈമാണ്, ഇത് ക്രിമിനൽ കുറ്റമാണ്, തടവ് ശിക്ഷ ലഭിക്കാവുന്നൊരു കുറ്റമാണ്. അപ്പം പലവരുടെ വിചാരം നമ്മളെ ആരൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് തോന്നൽ, അത് വിട്ടേര്. ഇപ്പം ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോർട്ടും അങ്ങ് പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്റർ വരെ ഈ കാര്യങ്ങൾ ഇപ്പം ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഡോണ്ട് ബി ടു കോൺഫിഡൻറ്റ്. തിങ്സ് ആർ ചേഞ്ചിങ്, ദ ടേബിൾസ് ആർ ടേണിങ് അറൗണ്ട്, മാറ്റേഴ്സ് ആർ ചേഞ്ചിങ്. നിങ്ങളുടെ കോൺഫിഡൻസ് ഇനി ഏറെ നിൽക്കില്ല, നിങ്ങളുടെ ഈ ക്രൈം ഏറെ നിൽക്കാനും പോകുന്നില്ല. 1 by 1 we will hunt you down. അതിലൊരു സംശയമില്ല.